മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി 11:45. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം. റോഡുകളിൽ ആരുമില്ല, മിന്നലും ഇടിയും മാത്രം. ഓട്ടോറിക്ഷ ഡ്രൈവറായ രമേശ് അവസാന ട്രിപ്പിനായി സ്റ്റാൻഡിൽ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരാൾ കൂടി കിട്ടിയാൽ വീട്ടിലേക്ക് പോകാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ള സാരി ധരിച്ച ഒരു യുവതി റോഡരികിൽ നിൽക്കുന്നത് കണ്ടത്. ചേട്ടാ, കുന്നിൻ മുകളിലെ പഴയ ബംഗ്ലാവിലേക്ക് പോകാമോ? അവൾ പതുക്കെ ചോദിച്ചു. ആ ബംഗ്ലാവിൻ്റെ പേര് കേട്ടതും രമേശ് ഹൃദയം ഒന്ന് പിടഞ്ഞു. വർഷങ്ങളായി ആളൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തായിരുന്നു അത്. അവിടെയോ ഈ സമയത്ത്? രമേശ് ചോദിച്ചു. അതെ, എനിക്കവിടെ എത്തണം, അവൾ ശാന്തമായി മറുപടി പറഞ്ഞു. ധൈര്യം കൂട്ടി രമേശ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. യാത്ര തുടങ്ങി. വഴിയിലിടനീളം യുവതി ഒന്നും സംസാരിച്ചില്ല. റിപ്പയർ മിററിലൂടെ നോക്കിയപ്പോൾ അവളുടെ മുഖം വ്യക്തമായി കാണുന്നില്ല. മുടിമുഖം മറച്ചിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ രമേശിനെ തണുപ്പ് അസഹ്യമായി. മഴയില്ലെങ്കിലും ഓട്ടോയ്ക്കുള്ളിൽ മഞ്ഞ് പോലെ തണുത്ത കാറ്റ് വീശി. ചേച്ചി, ജനൽ അടയ്ക്കട്ടെ? അവൻ ചോദിച്ചു. മറുപടിയില്ല. വീണ്ടും കണ്ണാടി നോക്കിയപ്പോൾ സീറ്റ് ശൂന്യം. ഓട്ടോയിൽ ആരുമില്ല. ഭയന്ന് രമേശ് ബ്രേക്ക് ചവിട്ടി. പക്ഷെ പിന്നിൽ നിന്നും അതേ സ്ത്രീയുടെ ശബ്ദം. നിർത്തരുത്, എനിക്ക് വീട്ടിലെത്തണം. രമേശ് പതുക്കെ തിരിഞ്ഞു നോക്കി. അവൾ വീണ്ടും സീറ്റിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്, ചുണ്ടിൽ ഭയപ്പെടുത്തുന്ന ചിരി. രമേശ് ജീവനും കൊണ്ട് ഓട്ടോ ഓടിച്ചു. ബംഗ്ലാവിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ അവൾ ഇറങ്ങി. കൂലി കൊടുക്കാൻ കൈ നീട്ടിയപ്പോൾ അവളുടെ കൈ മഞ്ഞ പോലെ തണുത്തിരുന്നു. ഒരു പഴയ 100 രൂപ നോട്ട് രമേശിൻ്റെ കയ്യിൽ വച്ചിട്ടവൾ ഇരുട്ടിലേക്ക് നടന്നു. ഒരു നിമിഷം അവൾ അപ്രതീക്ഷയായി. ഭയന്ന് രമേശ് വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ ആ 100 രൂപ നോട്ട് നോക്കിയപ്പോൾ അത് പഴയ കാലത്തെ, വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീരണം നിർത്തിയ ഒരു നോട്ടായിരുന്നു. ഗ്രാമത്തിലെ ഒരു വയോധകനോട് സംഭവം പറഞ്ഞപ്പോൾ അയാൾ നടുങ്ങി. മകനെ, 10 വർഷം മുമ്പ് അതേ ബംഗ്ലാവിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽ മരിച്ച പെൺകുട്ടിയാണത്. അന്നു മുതൽ രാത്രി ഓട്ടോറിക്ഷകളിൽ കയറി അവിടെ പോകാറുണ്ടെന്നും പലരും പറയുന്നു. അന്നു മുതൽ രാത്രി 11:45 കഴിഞ്ഞാൽ രമേശ് ഒരിക്കലും ഓട്ടോ ഓടിക്കാറില്ല. കാരണം ചില യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്തെത്തും, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവർ ആയിരിക്കണമെന്നില്ല. ആ പാലത്തിനരികിലൂടെ പോകുമായിരുന്ന ഒരു നാട്ടുകാരൻ റോഡരികിൽ കിടന്ന ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തി. മഴ നനഞ്ഞിരുന്നെങ്കിലും ഫോൺ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഫോൺ എടുത്തു നോക്കി. സ്ക്രീനിൽ ഒരു മിസ് കോൾ. അമ്മേ! അയാൾക്ക് ആദ്യം അതൊന്നും മനസ്സിലായില്ല. വീണ്ടും ഫോൺ മുഴങ്ങി. ട്ര. അയാൾ പേടിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ഹലോ. മറുവശത്ത് ആരും സംസാരിച്ചില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വളരെ പതിഞ്ഞ ഒരു ശബ്ദം. അർജുൻ, എവിടെയാണ്? നാട്ടുകാരൻ ഞെട്ടി. ആരാണ് സംസാരിക്കുന്നത്? മറുപടിയില്ല. കോൾ കട്ടായി. അയാളുടൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അയാൾ ഫോണിൽ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് അടുത്തുള്ള ചായക്കടക്കാരൻ അവിടെ എത്തിയത്. എന്താ ചേട്ടാ, ആരുടെ ഫോണാ അത്? റോഡരികിൽ നിന്നും കിട്ടിയതാണ്. ചായക്കടക്കാരൻ ഫോൺ വാങ്ങി നോക്കി. സ്ക്രീനിലെ നമ്പർ കണ്ടതും അയാളുടെ മുഖം മാറി. ഇത് ഏതാ? ഈ നമ്പർ എനിക്ക് പരിചയമുണ്ട്. ആരുടേതാ? ചായക്കടക്കാരൻ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പറഞ്ഞു. അർജുൻ. ആരാ അർജുൻ? 1 വർഷം മുൻപ് ആ പാലത്തിൽ നിന്നും താഴേക്ക് വീണ് മരിച്ച പയ്യൻ. നാട്ടുകാരൊന്നും മിണ്ടിയില്ല. അയാൾ ഫോൺ വീണ്ടും നോക്കി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു നോട്ടിഫിക്കേഷൻ വോയിസ് ഇമെയിൽ. അയാൾ അത് തുറന്നു. ആദ്യം കുറച്ചു സെക്കൻഡ് മഴയുടെ ശബ്ദം മാത്രം. പിന്നെ പുരുഷൻ്റെ വിറയുന്ന ശബ്ദം. അമ്മേ, ഞാൻ വീട്ടിലേക്ക് വരികയാണ്. നാട്ടുകാരൻ്റെ ശരീരം വിറച്ചു. അത് അർജുൻ ശബ്ദമായിരുന്നു. അയാൾ ഉടൻ ആ ഫോൺ ചായക്കടക്കാരന് തിരികെ കൊടുത്തു. ഇത് ഇവിടെ വെക്കരുത്. എന്താ? എനിക്ക് പേടിയാകുന്നു.
അവർ ഫോൺ മേശപ്പുറത്ത് വച്ചു. രണ്ടുപേരും കുറച്ചു ദൂരം മാറി നിന്നു. അപ്പോഴാണ് ഫോൺ വീണ്ടും മുഴങ്ങിയത്. ഈ പ്രാവശ്യം സ്ക്രീനിൽ വന്ന പേര് കണ്ടപ്പോൾ ഇരുവരും ഞെട്ടി. അർജുൻ കോളിംഗ്, ചായക്കടക്കാരൻ പതുക്കെ പറഞ്ഞു. ഫോൺ എടുക്കണ്ട. പക്ഷേ റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. റിംഗ്. ഒടുവിൽ നാട്ടുകാരൻ വിറയ്ക്കുന്ന കൈകളോടെ കോൾ എടുത്തു. ഹലോ. മറുവശത്ത് കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെയൊരു ശബ്ദം, വളരെ അടുത്തു നിന്നും ആരോ ചെവിയിൽ സംസാരിക്കുന്നത് പോലെ. എൻ്റെ ഫോൺ കിട്ടിയോ? നാട്ടുകാരൻ പെട്ടെന്ന് ഫോൺ താഴെ വിട്ടു. അപ്പോഴേക്കും ചായക്കടക്കാരൻ പുറത്തുള്ള മഴ പെട്ടെന്ന് നിന്നു. ചുറ്റും അസാധാരണമായ നിശബ്ദത. അവർ പതുക്കെ റോഡിലേക്ക് നീങ്ങി. ദൂരത്ത് ഒരു പഴയ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റ്. മഴയില്ലാത്ത റോഡിലൂടെ ഒരു ബസ് പതുക്കെ അവരുടെ നേരെ വരുന്നു. ചായക്കടക്കാരൻ പിറുപിറുത്തു. ഇവിടെ രാത്രി ബസ് സർവീസ് ഇല്ല. ബസ് അവരുടെ മുന്നിൽ നിന്നും വാതിൽ പതുക്കെ തുറന്നു. അകത്താരുമില്ലെന്ന് തോന്നി. പക്ഷേ അവസാന സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇരട്ടിമുഖം വ്യക്തമല്ല. അയാൾ പതുക്കെ തലയുയർത്തി. അത് അർജുൻ. അർജുൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പിന്നെ ചായക്കടക്കാരനെ നോക്കി പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് പോകണം. ചായക്കടക്കാരൻ പിന്നോട്ട് മാറി. അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൻ കയ്യിലെ ഫോൺ ഉയർത്തി കാണിച്ചു. അമ്മ വിളിക്കുന്നു. അതേ നിമിഷം ചായക്കടയിലെ മേശപ്പുറത്തിരുന്ന ഫോൺ വീണ്ടും മുഴങ്ങി. അമ്മേ. ചായക്കടക്കാരൻ ഫോൺ നോക്കി. പിന്നെ ബസ്സിലുള്ള അർജുൻ നോക്കി. അവൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ബസ്സിൻ്റെ വാതിൽ പെട്ടെന്നടഞ്ഞു. ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം പോയ ശേഷം ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ടിൽ അപ്രത്യക്ഷമായി. ചായക്കടക്കാരൻ റോഡിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ അവിടെ ബസ്സിൻ്റെ ടയർ പൊട്ടിയ പോലും ഉണ്ടായിരുന്നില്ല. അവസാന ടെക്സ്റ്റ്. അന്നത്തെ രാവിലെ പോലീസ് ആ ഫോൺ പരിശോധിച്ചു. ഫോണിലുണ്ടായിരുന്ന അവസാനത്തെ വീഡിയോ കോൾ കണ്ടു. ഈ വീഡിയോ അർജുൻ്റെ മരണത്തിനു 1 മണിക്കൂർ മുൻപ് എടുത്തതായിരുന്നു. അർജുൻ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നു. ഇന്ന് രാത്രി എനിക്കൊരു വിചിത്രമായ ഫോൺ കോൾ വന്നു. വീഡിയോയിൽ അർജുൻ പെട്ടെന്ന് നിശബ്ദനായി. അവൻ ക്യാമറയ്ക്ക് പിന്നാലിലേക്ക് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, അത് എൻ്റെ നമ്പർ നിന്നായിരുന്നു. വീഡിയോ അവിടെ അവസാനിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ ഫോൺ താഴെ വച്ചു. പക്ഷേ വീഡിയോയിൽ സമയം കണ്ടപ്പോൾ അയാൾ ഞെട്ടി. 11:11 PM. അരുണിൻ്റെ മരണസമയം. അയാൾ വീണ്ടും വീഡിയോ പ്ലേ ചെയ്തു. ഈ പ്രാവശ്യം വീഡിയോയുടെ അവസാനത്തെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അർജുൻ്റെ പിന്നാലെ ജനലിൽ ഒരു നിഴൽ കാണപ്പെട്ടു. അത് പതുക്കെ അർജുൻ്റെ അടുത്തേക്ക് വന്നു. അർജുൻ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് വീഡിയോ ബ്ലാക്കായി. 1 വർഷം കഴിഞ്ഞു. അതേ പാലം, അതേ രാത്രി, അതേ സമയം. 11:11 PM. ഒരു പുതിയ യാത്രക്കാരൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അവൻ്റെ മൊബൈൽ ഫോൺ പെട്ടെന്ന് മുഴങ്ങി. സ്ക്രീനിൽ ഒരു പേര് തെളിഞ്ഞു. അർജുൻ. അവൻ ഭയത്തോടെ ഫോണെടുത്തു. മറുവശത്ത് കുറച്ചു നിമിഷം നിശബ്ദത. പിന്നെ അർജുൻ ശബ്ദം. ചേട്ടാ, ഇവിടെ നിന്നും അവസാനത്തെ ബസ് എപ്പോഴാണ് പോകുന്നത്? യാത്രക്കാരൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവൻ്റെ പിന്നിൽ നിന്നും ഒരു പഴയ ബസ്സിൻ്റെ ഹോൺ കേട്ടത്. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിലൂടെ അതേ പഴയ ബസ്. ഹെഡ്ലൈറ്റ് തെളിയിച്ചു. അവൻ്റെ നേരെ വരുന്നു. ബസ് നിർത്തി. വാതിൽ തുറന്നു. കണ്ടക്ടർ പുറത്തേക്ക് നോക്കി. പുഞ്ചിരി കൊണ്ട് ചോദിച്ചു, എവിടേക്കാ? യാത്രക്കാരൻ വിറച്ച് പറഞ്ഞു, വീട്ടിലേക്ക്. കണ്ടക്ടർ പതുക്കെ തലകുലുക്കി. വരൂ, വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം. വാതിൽ അടഞ്ഞു. ബസ് ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. റോഡിൽ വീണ്ടും നിശബ്ദത. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ കിടന്നിരുന്ന ഒരു മൊബൈൽ ഫോൺ തെളിഞ്ഞു. സ്ക്രീനിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. ന്യൂ അക്കൗണ്ട് ആഡഡ്. പേര് അർജുൻ. അതിൻ്റെ താഴെ ഒരു ചെറിയ സന്ദേശം. അടുത്ത കോൾ നിങ്ങളുടേതായിരിക്കും.